ചില ദിവസങ്ങളുണ്ടാവില്ലേ, ആ ദിവസങ്ങൾക്ക് കുറച്ച് നീളം കൂടുതലല്ലേ എന്ന് നമുക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെയുള്ള ദിവസങ്ങളിൽ മോസ്റ്റ് ഓഫ് ദി ടൈം എങ്ങനെയായിരിക്കും എന്നറിയോ, പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ എണീറ്റ് നിൽക്കും. നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രസൻറ്റ് സർ പറയില്ലേ, അതേപോലെ. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, വിളിച്ചില്ലെങ്കിലും വരും, അവരെപ്പോഴും പ്രസൻ്റ് ആയിരിക്കും. സാരമില്ലടോ, ലൈഫ് അങ്ങനെയൊക്കെയാ. അങ്ങനെയുള്ളൊരു ദിവസം എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മളൊന്ന് കണ്ണടച്ചിട്ട് നമ്മളെ ഒരുപാട് സന്തോഷമായിട്ട് നമ്മൾ തന്നെ കണ്ടിട്ടുള്ള ഒരു നിമിഷത്തിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നമ്മൾ നല്ലതായിട്ട് ചിരിച്ച് ഒരുപാട് സന്തോഷിച്ച് പ്രശ്നങ്ങളൊക്കെ മറന്നിരുന്ന ഒരു നിമിഷം. ആ സിറ്റുവേഷൻ അല്ല, പക്ഷെ അന്നേരം നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ എത്രമാത്രം കാമായിരുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നല്ല രസമില്ലേ? ഇത് ഭംഗിയല്ലേ നമ്മളെ കാണാൻ ചിരിക്കുമ്പോൾ? എല്ലാവരും അങ്ങനെയാ, ചിരിക്കുമ്പോൾ അപാര ഭംഗിയാണ് നമുക്കൊക്കെ. പക്ഷേ ഇല്ലേ, ചില ആൾക്കാർക്ക് ചിരിക്കാൻ ഭയങ്കര മടിയാണ്. ചിരി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും പലരും. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴുണ്ടല്ലോ, ഒന്ന് ചിരിച്ചു നോക്കിയേ പകുതി സമാധാനം ഉണ്ടാവും അതിനകത്ത് തന്നെ. എന്ന് പറഞ്ഞാൽ അത് സോൾവായി എന്നല്ല കേട്ടോ, പക്ഷെ നമ്മുടെ ടെൻഷൻ കുറച്ചൊന്ന് കുറയും. അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഒന്ന് കാമാക്കുക. ഒന്ന് കാമാക്കിയിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളോട് പറയാം, യു ക്യാൻ ഡു ദിസ്. ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട്. നമ്മളെ കൊണ്ടല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആർക്കാ ചെയ്യാൻ പറ്റുന്നത്? വേറെ ആരെങ്കിലും വന്ന് ചെയ്തു തരുമോ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു തരുമോ? ഇല്ലല്ലോ. ഇതെല്ലാം പറ്റും. പതുക്കെ മതിയിടുമോ? തിരക്കൊന്നുമില്ല, പതുക്കെ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങൾക്കും നമുക്കങ്ങനെ പതുക്കെയെന്ന് വിചാരിക്കാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഒരുപാട് തിരക്ക് കൂട്ടി അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിച്ചാലോ? അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് മതി. ആ ആലോചിക്കാനുള്ള ഒരു സമാധാനമാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് കാം ഡൗൺ ആകാന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് കാം ഡൗൺ ആയിട്ട് ഒന്ന് ചിരിച്ചു ഉഷാറായി കുറച്ച് എനർജിയൊക്കെ നമുക്ക് തന്നെ കൊടുത്തിട്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു കാറിനെ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടേ വണ്ടി പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയേക്കണേ ഫ്യൂവലൊക്കെ ഉണ്ടോയെന്ന്. അത് അഥവാ കുറവാണെങ്കിൽ കുറച്ചൊന്ന് റീഫിൽ ചെയ്തോ. കുറച്ച് നല്ല നിമിഷങ്ങളെ പറ്റി ആലോചിക്കുക, നമുക്കുള്ള കഴിവുകളെ പറ്റി ആലോചിക്കുക, അതിൽ വിശ്വസിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് സംശയമില്ലാതെ നമ്മളോട് തന്നെ പറയുക. അപ്പോൾ അതൊക്കെ നടക്കും. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാവർക്കും എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അത് നമ്മളെ സ്വയം ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഈ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അല്ലേ, നിങ്ങൾ സൈഡിലൊക്കെ ഒന്ന് നോക്കി എത്ര ഭംഗിയുള്ള സീനറീസാണ് കാണുന്നതെന്ന് അല്ലേ? അതൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഇടയ്ക്ക് വരുന്ന റൂട്ടിൽ വരുന്ന ഡീവിയേഷനൊക്കെ എടുത്ത് ഗട്ടറിനൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് സൂക്ഷിച്ച് വണ്ടി അങ്ങോട്ട് പോട്ടടോ, മുമ്പോട്ട് തന്നെ പോട്ടെ. അവിടെ ചെന്ന് എത്തും ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ പോയി 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 നമ്മളെ കുറച്ചൊന്ന് സന്തോഷിപ്പിക്കാം. ഈ ഒരു ലൈഫല്ലേ ഉള്ളൂ. ഇത് പിന്നെ ഇപ്പം ഞാൻ അടുത്ത ജന്മത്തിൽ എന്നെ സന്തോഷിപ്പിച്ചോളാം പറയാൻ പറ്റുമോ? അതൊക്കെ മണ്ടത്തരല്ലേ, അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോട്ടെ വണ്ടി അല്ലേ? ഇതിലേ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോണേ. അപ്പോൾ ശരി.